നമസ്കാരം. പുതിയ മാറ്റങ്ങളുമായാണ് ഇന്ന് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ആ മാറ്റങ്ങൾക്കൊപ്പം ലേഡീസ് ബാൻഡുമുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളെ ഞങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. ഇന്നു മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വൈറൽ താരങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാം ലേഡീസ് ബാൻഡിലൂടെ. ഇന്ന് ഒരു വൈറൽ താരം, നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു അംഗം, അതുപോലെയുള്ള ഒരാളാണ് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ലേഡീസ് ബാൻഡിലേക്ക് സൗഭാഗ്യ വെങ്കടേഷ്. ഹലോ. എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ, സൗഭാഗ്യ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ഭയങ്കര വൈറലായിട്ട് വന്ന സമയത്ത് കോമിക് സാധനങ്ങൾ ചെയ്യുമായിരുന്നു, കോമഡി ആയിരുന്നു ചെയ്തോണ്ട്, ജഗത് ചേട്ടന്റെ ഒക്കെ സാധനങ്ങൾ ചെയ്യുമായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ള അതുപോലെ ഇടയ്ക്കൊന്ന് തടിച്ചായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര സുന്ദരിയായിട്ട് സ്ലിം ആയിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു വ്ലോഗ് ജീവിതം? നന്നായി പോകുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഭയങ്കര നന്നായിട്ട് പോകുന്നു. ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഞാൻ ആ ഒരു മേഖലയിലോട്ട് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ സർപ്രൈസിംഗ്ലി നല്ല ഒരു വെൽക്കം കിട്ടി. നന്നായി പോയിക്കൊണ്ട് അന്ന് ഇവിടെ വന്നപ്പോ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ വന്നപ്പോ ഞാൻ സൗഭാഗ്യോട് ചോദിച്ചു, ഇങ്ങനെ സിനിമ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അന്ന് തന്നെ പറഞ്ഞിരുന്നു സിനിമയിലേക്ക് അങ്ങനെ വലിയ ഇതില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ആ രീതി തന്നെ പോയി, വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ പോയി. വിവാഹം കഴിഞ്ഞു, അമ്മയാണ് അല്ലെ, എല്ലാ റോളും ഗംഭീരമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അന്ന് വിശ്വസിക്കുന്നു. ഷുവറായിട്ട് ഞങ്ങൾക്കൊക്കെ അത് ഇപ്പൊ നമുക്ക് സൗഭാഗ്യം എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൗഭാഗ്യയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. വീട്ടില് ഞാനിപ്പോ സൗഭാഗ്യ ഗസ്റ്റ് ആയിട്ട് വിളിക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ചോദിച്ചു സമയം കാണുമോ എന്നുള്ളതാണ് ഒരു പേടി. കാരണം ഒരുപാട് പട്ടികളുണ്ട്, ഒരു പെറ്റ് ലവർ ആണ്, പട്ടികളുണ്ട്, കുഞ്ഞുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിലെ പണികൾ ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് വ്ളോഗിങ്, എങ്ങനെ സാധിക്കുന്നത്? പക്ഷെ വ്ളോഗിങ് നമുക്കൊരു വലിയ പ്രശ്നമല്ല. അത് ഇതിന്റെ പാർട്ട് ഓഫ് ദ ലൈഫായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതിനായിട്ട് എനിക്ക് സെപ്പറേറ്റ് ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്ത് അതിന്റെ ആവശ്യമില്ല. ഡേ ടു ഡേ എന്താണോ നടക്കുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് വ്ളോഗിങ് ആയതുകൊണ്ട് വ്ളോഗിങ് ഒരു വലിയ ബുദ്ധിമുട്ടല്ല. എന്നാലും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ളൊരു അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരുന്നില്ലേ അതിന്? കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടിരിക്കുമ്പോൾ എഫർട്ട് എടുക്കണം. പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത ആ ഒരു വ്ളോഗിങ് സ്റ്റൈൽ ഹോം വ്ളോഗിങ് ആണ്. അപ്പൊ എനിക്ക് ആക്ച്വലി എഡിറ്റിങ്ങിലുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എന്താണോ നടക്കുന്നത് ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട് അത്ര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കൊക്കെ ഏറ്റവും നമ്മള് ഭയങ്കരമായിട്ട് ചിന്തിക്കുക നമ്മൾ എങ്ങനെ ഇരിക്കും ക്യാമറയിൽ, ഔട്ട് എങ്ങനെ ഇരിക്കും. പക്ഷെ സൗഭാഗ്യ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും വ്ളോഗിൽ വരുന്നത്. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ പ്രശ്നമില്ല. മോസ്റ്റ് റിയൽ ആയിട്ട് എത്തിക്കാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം. എന്താണോ വെരി ജെന്യുവൻലി ആൾക്കാരിൽ എത്തിക്കുക, അപ്പോഴല്ലേ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നി അമ്മൂമ്മ മരിച്ചപ്പോഴും ഒക്കെ എനിക്ക് സൗഭാഗ്യയുടെ വ്ളോഗിലൂടെ കുറെ അമ്മൂമ്മയെ കണ്ടിട്ടുണ്ട്, മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കും ആ ഒരു അടുപ്പം നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള പോലെ തോന്നും. എനിക്കും സന്തോഷമുണ്ട്. ആക്ച്വലി ഇങ്ങനെ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നോർമലി നമ്മൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് എടുത്ത് സൂക്ഷിക്കുന്ന ആൾക്കാരല്ലോ. പിക്ചേഴ്സ് എടുത്ത് എല്ലാവരും ഫോണിൽ സൂക്ഷിക്കും, പക്ഷെ ചില മൊമെന്റ്സ് വീഡിയോ ആയിട്ട് ആരും അങ്ങനെ സൂക്ഷിക്കാറില്ല. അപ്പൊ ഇതുള്ളത് കൊണ്ട് കുറെ അധികം വീഡിയോ കളക്ഷൻ കയ്യിലുള്ളത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ തോന്നും, ഭയങ്കര മിസ്സിംഗ് ഒക്കെ ഉള്ളപ്പം വീഡിയോ പ്ലേ ചെയ്തൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. മോളാണെങ്കിൽ തന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ശരിക്കും അവർക്ക് അത് ഭയങ്കര ഭാഗ്യമാണല്ലേ, അമ്മമ്മയുടെ ഒക്കെ മുത്തശ്ശിയുടെ ഒക്കെ ഇത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. ഈ അവസാന നിമിഷങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഭയങ്കര ഹാപ്പി ആയിരുന്നില്ല, എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ചിരിച്ച മുഖം. ആളുടെ ആ ഒരു ലാസ്റ്റ് ഒരു 3 months ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ മോളെ കാണും, എൻ്റെ മോളെ കാണുമ്പോഴൊക്കെ ഉള്ള പുള്ളി പെയിൻ മറക്കുന്നതും ബുദ്ധിമുട്ടുകളൊക്കെ മറക്കുന്നത് അതിപ്പോഴും കണ്ണിൽ നിൽക്കുന്ന ഒരു വിഷ്വൽ തന്നെയാണ്. അത് ചെറിയ മോളാണെങ്കിൽ എങ്ങനെ കെയറിങ് ആയിട്ട് അമ്മൂമ്മയെ തൊടുന്നതും സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കും അതൊരു മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു സൗഭാഗ്യയുടെ വീട്ടിലെല്ലാരും ഈ രീതിക്ക്, അതായത് നമ്മള് വ്ളോഗിന് വേണ്ടിയുള്ളവരാണ് നമുക്ക് പറയാം. ചേട്ടനാണെങ്കിലും അല്ലെ, ചെന്ന് കയറിയ വീട്ടിലാണെങ്കിലും അങ്ങനെയാണ് അല്ലെ. അതൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ ബ്ലെസ്സിങ് ആണ്. കാരണം എല്ലാരും ഇവരെ കാണാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആണ്. പിന്നെ മോളുടെ ഏറ്റവും ക്ഷമ, അത് ഞാനിങ്ങനെ അയ്യോ നമിച്ചിരിക്കുന്ന കുഞ്ഞിനെ. നമ്മളിപ്പോ സാധാരണ സെലിബ്രിറ്റീസിന്റെ മക്കളുടെ ഒക്കെ പേര് നമുക്ക് യഥാർത്ഥ പേര് അറിയായിരിക്കും. ഇതിപ്പോ നമുക്ക് കൊച്ചുബേബിന്ന് നമ്മളും അങ്ങനെയാണ് കുഞ്ഞിനെ വിളിക്കുക. അപ്പൊ അങ്ങനെ ശരിക്കും ആ വ്ളോഗ് അത്രയും വൈറലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ഇത്ര ക്ഷമ കിട്ടി? നേരത്തെ തൊട്ട് സൗഭാഗ്യം എങ്ങനെ ക്ഷമയാണ്? അത് അമ്മയായപ്പോ ഈ ക്ഷമ കിട്ടിയത്? അല്ല, ഞാൻ കുറച്ച് പേഷ്യന്റ് ആയിട്ടുള്ള ആള് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഭയങ്കരമായ ദേഷ്യം പെട്ടെന്ന് വരും അങ്ങനെയൊന്നുമില്ല. ദേഷ്യമേ വരില്ല എന്നൊന്നുമല്ല, പക്ഷെ പൊതുവെ കുറച്ച് ക്ഷമയുള്ള ആള് തന്നെയാണ്. പക്ഷെ ഇത് അതിനേക്കാട്ടിലും കൂടുതൽ ക്ഷമ വേണ്ടി വന്നുള്ള ഇപ്പോഴാണ്. ഏറ്റവും കൂടുതൽ ഈ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള റെസ്പോൺസ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മള് നല്ല റെസ്പോൺസ് ആണ് കേട്ടോ. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്നെയും എന്റെ വീട്ടുകാരെല്ലാം അവരുടെ ഒരു ഫാമിലിയിലെ മെമ്പറിനെ പോലെ കാണുന്നത് ഒരു ഭയങ്കര ഒരു
അക്സെപ്റ്റൻസ് അത് ഒരുപാട് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എവിടെ പോയാലും നമുക്കൊരു കൺസിഡറേഷൻ. അതിപ്പോൾ എൻ്റെ ഡാൻസിങ് കരിയറിലാണെങ്കിൽ തന്നെ ഇതെല്ലാം ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടൊരു ഇപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ അവർക്ക് എൻ്റെ അടുത്ത് ഒരു അറ്റാച്ച്മെന്റോട് കൂടിയാണ് വരുന്നത് വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ. അപ്പം അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഡാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു കേട്ടോ, നന്നായി പോകുന്നുണ്ട്. ഇപ്പം അരങ്ങേറ്റമാണ്, സ്റ്റുഡൻസിന്റെ അരങ്ങേറ്റമാണ്. അതിന്റെ ഡാൻസ് പ്രാക്ടീസും ഇതിനൊക്കെ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് മെച്ചുവേർഡ് ആയതുപോലെ അന്ന് സംസാരിച്ചത് തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല. അന്ന് അവിടെ നിന്ന് സംസാരിച്ച സൗഭാഗ്യേ അല്ല, ആകെ എനിക്ക് ഒരു സാമ്യം തോന്നുന്നത് അന്ന് വന്നതുപോലെ തന്നെ എന്താണ് അതിന്റെ രഹസ്യം? മെലിഞ്ഞ എന്റെ മോള് നല്ല എനിക്ക് വർക്കൗട്ട് വരുന്നുണ്ട്, അതാണ് മെയിൻ രഹസ്യം. പിന്നെ ഡയറ്റൊക്കെ ചെയ്യും, ശ്രമിക്കും, നന്നായി തടിച്ചിരുന്നു അല്ലേ? നല്ല ഞാൻ സെഞ്ചുറി അടിച്ചത്. 100. ഞാൻ ഡെലിവറിക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ, അന്നാണ് ഞാനത് സെഞ്ചുറി അടിച്ചത്. അന്നത്തെ അവസ്ഥ, മാനസികാവസ്ഥ? അന്ന് എനിക്ക് ഡെലിവറിയുടെ പേടി നിൽക്കുന്നുണ്ട്, 100 അടിച്ചൊന്നും എനിക്ക് വിഷയമല്ല, മറ്റതിന്റെ പേടി തന്നെയായിരുന്നു. ശരി ശരി. അതിനുശേഷം മെലിയാനുള്ള ശ്രമം അപ്പൊ തന്നെ തുടങ്ങിയോ അതോ? ഇല്ല, അപ്പൊ ഒന്നല്ല. ഞാൻ ആ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. അതുവരെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ഡയറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് വെയിറ്റ് ലോസും ഉണ്ടായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട്. അപ്പൊ ഈ അമ്മ സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പ്രേക്ഷകരായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് താര കല്യാൺ. മോൾ എന്താ ഇങ്ങനെ അഭിനയ രംഗത്തേക്ക് വരാതെ പോയത്? ക്യാമറ ഷൈ ആണ് ഏറ്റവും, വേറെ ഒന്നും. അപ്പൊ ഞാൻ ചോദിക്കുന്ന അത്രയും നമ്മൾ ഈ നേരത്തെ കണ്ട് ഞാൻ ഈ കോമഡി ചെയ്യണമെങ്കിൽ ഭയങ്കര അപാരമായിട്ട് ടൈമിംഗ് വേണം, ഒന്ന്. 2, അത് നമ്മൾ കണ്ടിട്ടാണല്ലോ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ കാണുമ്പോ അയ്യോ അത് കൊള്ളാലോ അല്ലെങ്കിൽ ബോറായോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവില്ല? ഇല്ല കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് ഫിലിം ചെയ്ത് എന്നെ തന്നെ ഞാൻ ഫോണിൽ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യാറില്ല. ഞാൻ ഇന്ന് സൗഭാഗ്യയുടെ കുറെ പഴയ വീഡിയോസ് എടുത്ത് കണ്ടപ്പോ എന്ത് ടൈമിങ്, ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല, സമയമില്ല. അതാ എനിക്ക് തോന്നി ഞാൻ ആ ട്രെൻഡ് കഴിഞ്ഞു, ആ ടൈം കഴിഞ്ഞു. ഇനി വീണ്ടും അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു മിസ് മാച്ച് ആവുമെന്ന് തോന്നിയോണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അല്ല, അപ്പൊ അഭിനയ രംഗത്തേക്ക് ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. ഹസ്ബൻഡ് എങ്ങനെയാണ്, ഇഷ്ടമാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇഷ്ടമാണ്, പുള്ളിക്ക് ഇഷ്ടമാണ്. പുള്ളിക്ക് അത് നല്ല അഭിനേതാവാണല്ലോ. എന്തോ പുള്ളി അഭിനേതാവാണല്ലോ. അപ്പം നീ ട്രൈ ചെയ്യ അഭിനയത്തിലോട്ട് വാങ്ങാനൊന്നും പറയാറില്ല? ഇല്ല, പുള്ളി അങ്ങനെ ഒന്നിനോട് അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ഒരാളല്ല, എല്ലാം എന്റെ ഇഷ്ടത്തിന് വിടുന്ന ഒരാളാണ്. ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത്. എനിക്ക് സംസാരം വരെ വളരെ കുറഞ്ഞിരിക്കുന്നു കേട്ടോ, എനിക്ക് അതെന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ സ്വന്തം വ്ളോഗാണെങ്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഏറ്റവും ഭയങ്കരമായിട്ട് ജനപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആളുകൾ അക്സെപ്റ്റ് ചെയ്ത വ്ളോഗ് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? മോസ്റ്റ്ലി മോളുടെ സെലിബ്രേഷൻസ് ഉണ്ടല്ലോ, മൈൽ സ്റ്റോൺസ്, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് ആണ് തരുന്നത്. അതായത് അവര് ഡയറക്ട്ലി നമ്മുടെ ആ ഒരു സെലിബ്രേഷനിൽ പാർട്ടാവാൻ പറ്റില്ല, അപ്പൊ ത്രൂ ദ വീഡിയോ ആണ് അവർ ഒരു പാർട്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എപ്പോഴും നല്ല ഒരുപാട് റീച്ച് ആവാറുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കണ്ടന്റ് ഇടുമ്പോ ഇങ്ങനെ നമ്മൾ റീച്ച് ആകുന്ന തംബ്നെയിൽ അതൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്? ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടാൽ റീച്ച് ആവും അങ്ങനെ ഒന്നും ഹോം വ്ളോഗേഴ്സിന് വർക്ക് ആവും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ക്യാച്ചിങ് ആണ് കേട്ടോ. ഞാനൊരു സത്യം ഒരെണ്ണം ഞാൻ നോക്കിയപ്പോ അമ്മൂമ്മയുടെ സ്വത്തൊക്കെ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നു, ഇടി ഭയങ്കര വിചാരിച്ചു. പക്ഷെ വീഡിയോ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു അത്രയും നിങ്ങൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലായത്. അപ്പൊ തമ്പനിയിൽ സ്വന്തമായിട്ട് തന്നെ ഇട്ടോ? വേറെ ആരും ഇല്ല, എന്റെ ചാനലിൽ വേറെ ആരും ഇൻവോൾവ് അല്ല. എന്താണ് ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡാൻസിലാണോ അതോ നമുക്കിപ്പോ വീഡിയോസ് ചെയ്യുന്നതിലാണോ? ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ, ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ഇതിലാണ്. ഡാൻസും ഉണ്ട്, ഇപ്പൊ വ്ളോഗിംഗ് ഉണ്ട്, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇങ്ങനെ പോയി ഇന്നൊരു ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നൊരു പ്ലാനിങ് ഇല്ല. ഈ ഡാൻസിന് സമയം കണ്ടെത്തുന്ന എപ്പോഴാണ്? ഈ വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നോക്കുന്ന മറ്റേ നമ്മുടെ പാത്രം കഴുകുന്ന സമയത്ത്, തുടയ്ക്കുന്ന സമയത്തൊക്കെ ഫുൾ ക്യാമറ ആണ്. ഈ ഡാൻസിന്റെ സമയം? ഡാൻസ് യൂഷ്വലി സാറ്റർഡേ സൺഡേസ് ആണ് കുട്ടികൾക്ക് അവധിയുള്ള ദിവസം. അതെ, അന്നാണ് സാറ്റർഡേ സൺഡേസ് അപ്പൊ ക്ലാസ്. അപ്പം ഞാൻ അവരുടെ ഒപ്പം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൂടെ ഡാൻസ് ചെയ്യുമ്പോൾ അതെനിക്കൊരു ഇൻഡയറക്ട്ലി അത് പ്രാക്ടീസും കൂടെയാണ്. അതല്ലാതെ ജെന്വലി ഇപ്പൊ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ടൈം കണ്ടെത്താൻ ഇപ്പൊ പറ്റുന്നില്ല. പക്ഷെ എനിക്കത് അങ്ങനെയും കൂടെ ഒന്ന് റുട്ടീൻ ഡെവലപ്പ് ചെയ്തെടുത്താൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. മോള് കുഞ്ഞ്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് ആണോ, കാണാറുണ്ടോ? അത് അത്ര ആയോ?
അങ്ങനെയില്ല. പക്ഷെ മോള് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത് ഇപ്പൊ അമ്മൂമ്മയുടെ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയുടെ വ്ളോഗ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ്. അമ്മാട്ടു അല്ലേ? അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം അമ്മ താമസിക്കുന്നത് മാറി തന്നെയാണ്, സെപ്പറേറ്റ് തന്നെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. അതിലൊരു പരാതി ഉണ്ട്, അങ്ങനെ അധികം വരുന്നില്ല. ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് ആ ചോദ്യം. വരുന്ന കാണുന്നില്ല എന്നൊക്കെ ഭയങ്കര പരാതിയുണ്ട്. തിരക്കാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു ഫാമിലി ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴാണ് പലരും പറഞ്ഞൊക്കെ ഓർമ്മ വരുന്നത്. പണ്ടത്തെ പോലെ അല്ല, മാരീഡ് ലൈഫ് ആകുമ്പോൾ കുറെ കൂടെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ റിയലൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത്ര ഈസി അല്ല. അത് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഇനി അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനിയും ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഡാൻസിങ് ഉണ്ട്. അപ്പൊ നേരത്തെ നിങ്ങൾ എയിം ഇല്ല, പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു സ്വപ്നങ്ങളൊന്നും ഇല്ലേ? നേരത്തെ ഉണ്ടായിരുന്നത്, നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റൻസ് കൊണ്ട് മാറ്റി വെച്ച് അങ്ങനെ എന്തെങ്കിലും അതായിരിക്കും. ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര ഗോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇതാണ് എന്റെ ലക്ഷ്യം അങ്ങനെ ഒന്നും. ചെറുതിലെ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഒരു ആക്ടർ ആവും, ഡാൻസർ ആവും അങ്ങനെ? ഇല്ല, അങ്ങനെ ഭയങ്കര അങ്ങനത്തെ എയിം അല്ല. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡാൻസിന്റെ ഡിഗ്രി കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഡിസിഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ഡാൻസർ ആവും, ഞാൻ ഇന്ന സ്റ്റേജിൽ പെർഫോം, അങ്ങനെ വലിയ ഡ്രീംസ് അങ്ങനെ ഒന്നുമില്ല. കുട്ടികൾ, ഈ വരുന്ന കുട്ടികളുടെ ഇപ്പം ടീച്ചർ എന്ന നിലയ്ക്ക് ഇപ്പൊ വരുന്ന കുട്ടികളുടെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ഡാൻസിങ്ങിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? എനിക്ക് അതാണ് കുറച്ചും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം. അതായത് എല്ലാവരും ഇപ്പൊ ഭയങ്കര യൂത്ത് ഫെസ്റ്റിവൽ ഓറിയന്റഡ് അല്ലേ. അപ്പം ഞാൻ പൊതുവെ അങ്ങനത്തെ ആളല്ല. അപ്പം അത് ഞാൻ കുറച്ച് ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല പേരൻസിന് ഒരു ഇത് തോന്നും, അതെന്താ ഈ ടീച്ചർ യൂത്ത് ഫെസ്റ്റിവലിനോട് പഠിപ്പിച്ചു. കാരണം നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ വരൂ. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ഓറിയന്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് വരണ്ട, വേറെ ഏതെങ്കിലും ടീച്ചറെ ചൂസ് ചെയ്യുന്ന തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. കാരണം എനിക്ക് ആ ഒരു റാറ്റ് റേസ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഇതാണ്. ഓ ശരി. ഇഷ്ടമുള്ള, ഇനി ഇഷ്ടങ്ങളെ കുറിച്ച് ചോദിക്കാം. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള ഡ്രസ്സ്, അമ്മൂമ്മയുടെ സാരി കളക്ഷൻ ഒക്കെ അത് നല്ല വീഡിയോ ആയിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, സൗഭാഗ്യയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഞാൻ പെറ്റ്സ് പറയും. പെറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് എന്റെ വീട് മുഴുവനും അതുകൊണ്ടായിരിക്കും എനിക്ക് മടുപ്പും ഇല്ലാത്തത് അല്ലേ? അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒരു മടുപ്പും ഇല്ല. മോൾക്കാണെങ്കിൽ തന്നെ വീട്ടിൽ ഇത്രയും അധികം ആദ്യമേ എക്സ്പോഷർ കുറെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കൈൻഡ് ആയിട്ടൊക്കെ കുട്ടികൾ വളരാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. ജെന്റിലായിട്ടിരിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സിന്റെ കാട്ടിലും ഫാമിലി പേഴ്സൺ ആണ് കൂടുതൽ. അത് നേരത്തെ അങ്ങനെ. അതെ അതെ, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഫുഡ് ഞാൻ ഭയങ്കര ഫുഡി ഒന്നും അല്ല. കാരണം ഞാൻ വളരെ ലിമിറ്റഡ് ആഹാരമാണ് കഴിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഞാൻ അങ്ങനെ ഒരുപാട് കുക്കിംഗ് പരീക്ഷിച്ച് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളെന്നല്ല. ഞാൻ ബേസിക് ആയിട്ടൊരു തൈര്, ചോറ്, പൊട്ടറ്റോ ഫ്രൈ, വെജാണ്. അപ്പൊ അത്രയ്ക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശ സ്റ്റേപ്പിൾ ഫുഡാണ്. രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി ഒക്കെ തന്നാലും കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. അർജുനും വെജാണോ? അല്ല, ആ കോമ്പിനേഷൻ വർക്കാവാനുള്ള റീസൺ നമുക്ക് ഫുഡ് ഷെയർ ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളത്. ചേട്ടൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മട്ടണോ പ്രോൺസോ ഒക്കെ ആണെങ്കിൽ ചേട്ടൻ സ്വന്തമായിട്ട് അങ്ങ് കഴിച്ചാൽ മതി, എനിക്ക് തരേണ്ട ആവശ്യമില്ല. ശരി ശരി ശരി. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. കുക്ക് എന്തൊക്കെയാണ് വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുക്കും? അർജുന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ഇല്ല കേട്ടോ. അതെല്ലാരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അർജുൻ ചേട്ടൻ കുക്ക് ചെയ്യും, ചേട്ടന്റെ ബ്രദർ കുക്ക് ചെയ്യും, ഞാനും എനിക്കറിയാവുന്ന പോലെ. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുക്കിംഗ് ഒരു വലിയ ജോലിയല്ല, ക്ലീനിങ് ആണ് കുറച്ച്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് ട്രഡീഷണൽ ഭയങ്കര ഇഷ്ടം. എന്തോ അങ്ങനെ ഒരു തോന്നലുണ്ട്, കൂടുതൽ ട്രഡീഷണൽ ആണ് എനിക്ക് ചേരുന്നതെന്ന്. ആൾക്കാരെല്ലാം കൂടെ അടിച്ചേൽപ്പിച്ചാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ട്രഡീഷണൽ ഭയങ്കര ഇഷ്ടമാണ്. സാരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആഘോഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തല്ലേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇവന്റ് എന്ന് പറയുന്നത്? എനിക്ക് മോളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറിമണി ചെയ്തത്, അതേപോലെ ആദ്യം പല്ല് വന്ന പല്ലട സെറിമണി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അധികം ആൾക്കാർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തേ കാണും. ഇപ്പൊ നൂലുകെട്ട് പോലും മാക്സിമം എങ്ങനെ ചുരുക്കി ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതൊക്കെയാണ് ഓരോ മൊമെന്റ്സ്. നമുക്ക് പിന്നീട് അടുത്ത് തിരിഞ്ഞു നോക്കുമ്പോഴേ അവർ ചെയ്ത ഓരോ കാര്യങ്ങളും വീട്ടുകാരെന്തോരം സെലിബ്രേറ്റ് ചെയ്യുന്ന, നമ്മൾ അങ്ങനെയല്ലേ കുട്ടികളെ വളർത്തേണ്ടത്. അവരുടെ ഓരോ കാര്യങ്ങളും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടും എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സന്തോഷം, നമുക്ക് ഒരു ഭയങ്കര ഒരു മെമ്മറി. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഈ ഓരോ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഓരോ പ്രോഡക്ട്സ് പരിചയപ്പെടുന്നു. നമ്മൾ വെട്ടിലാകാൻ പറ്റിയ സാധനമാണ്. വെളുത്തിട്ട് പാറയൊക്കെ വന്നിട്ട് ഭയങ്കര ഏറി കയറിയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നതും നിങ്ങളുടെ ഈ കൊളാബ് ഒക്കെ എങ്ങനെയാണ്? എനിക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രമേ വരാറുള്ളൂ. അതും ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് തന്നെ ആയിരിക്കും വരുന്നത്. അതല്ലാതെ പെട്ടെന്ന് ഒരു ഏലിയൻ ബ്രാൻഡ് ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഇതൊന്നും ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല, വന്നിട്ടുമില്ല കേട്ടോ അങ്ങനെ.
അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നതും ഇതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അപ്രോച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നില്ല. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രാൻഡ്സിന് എനിക്ക് താഴെ കമൻസിൽ തന്നെ അവരും അത് യൂസ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയായിരിക്കും ഞാനും അതിൻ്റെ അകത്ത് സ്പോൺസർഷിപ്പ് പോലെ വരുന്നത്. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഒരു ഇതിൽ വന്നിട്ടില്ല. ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ കുറെയൊക്കെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ ഇവിടെ സൗഭാഗ്യം വന്നപ്പോ തന്നെ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോ തന്നെ കുറെ പേര് യു മെലിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. സൗഭാഗ്യം അങ്ങനെ പോകുമ്പോൾ യു നല്ലോണം മെലിഞ്ഞു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്താണ് ബ്യൂട്ടി ടിപ്പ്, എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? ബ്യൂട്ടി ടിപ്പ് ഞാൻ ഒരിക്കലും നമ്മൾ വീട്ടിലുള്ള ഹോം മെയ്ഡ് സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. സത്യം, ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓ ശരി, അത് അത്ഭുതമാണ് കേട്ടോ. സാധാരണ എല്ലാരും പറയുന്നത് അല്ലേ. കാരണം എനിക്കത്രയും സമയമില്ല, പേഷ്യൻസ് വേണമല്ലോ, നമുക്കൊരു ക്ഷമ വേണം അതൊക്കെ ചെയ്യാൻ. എനിക്ക് എന്തെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് ഇന്ന കോമ്പിനേഷൻ ഉണ്ടെന്ന് കാണുമ്പോൾ ഇപ്പോൾ മഞ്ഞളും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ഫേസ് വാഷ് കിട്ടിയാൽ ഞാൻ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് തന്നെ കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ യൂസ് ചെയ്യും. അല്ലാതെ ഈ ഹോം മെയ്ഡ് സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാം. എനിക്ക് വയ്യ. നല്ല സ്കിന്നാണ്. ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളെ ഇതിൽ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ. മേക്കപ്പ് ഇടാതെ തന്നെ നല്ല സ്കിന്നാണ്. അപ്പൊ എങ്ങനെയാ റുട്ടീൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, കേക്കട്ടെ. ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. മേക്കപ്പിന് മുമ്പും മേക്കപ്പിന് ശേഷവും ഞാൻ സീറംസ് യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും. പിന്നെ മേക്കപ്പ് ഉറപ്പായിട്ട് ഇടും കേട്ടോ. അത് വലിയ മേക്കപ്പ് ഇല്ലെന്നുള്ളൂ, എന്നാലും മേക്കപ്പ് ഒക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും കൃത്യമായിട്ട്. രാവിലെ രാത്രിയും സ്കിൻ കെയർ ഉറപ്പായിട്ടും ചെയ്യും. 30 വയസ്സ് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വയസ്സാവാൻ ചാൻസ്. ഹെയർ ഞാൻ അങ്ങനെ ഷാംപൂ കണ്ടീഷണർ അതല്ലാതെ ഒരു ഭയങ്കരമായ ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല. കാരണം നമ്മളെപ്പോഴും സലൂണിൽ പോയി ബോട്ടോക്സ് ഒക്കെ ചെയ്യുന്നതല്ലേ, ഹെയറിന് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറെ കൂടുതൽ പരീക്ഷണം ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. അത് എങ്ങനെ പോയി ചെയ്യുന്നത് ട്രീറ്റ്മെന്റ്സ് ചെയ്യും, ഹെയറിൽ ചെയ്യും. എനിക്ക് നാച്ചുറൽ ഹെയർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് സലൂണില് ട്രീറ്റഡ് ഹെയർ ആണ് ഇത്. അമ്മ മോളാണ്, എപ്പോഴും അമ്മയുടെ കാര്യം പറയാറുണ്ട്, എപ്പോഴും അച്ഛന്റെ കാര്യം. അന്ന് ഇവിടെ വന്നപ്പോ അച്ഛനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ അവരിൽ നിന്നൊക്കെ കിട്ടിയത് മീൻസ് ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന മൂല്യങ്ങൾ എന്താണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അച്ഛന്റെ അമ്മയുടെ? അച്ഛൻ്റെ അടുത്ത് നിന്ന് ഡെഫിനറ്റ്ലി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ ഞാൻ ആദ്യം ആലോചിക്കുന്ന അച്ഛനെ തന്നെ ആയിരിക്കും. ബിക്കോസ് ഡാഡി അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു വിഷമൊക്കെ വരുമായിരിക്കും അച്ഛന്, പക്ഷെ അതൊരു 5 മിനിറ്റ്സിന്റെ മുകളിൽ അതിങ്ങനെ ക്രിബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 6th മിനിറ്റ് ഡാഡി എണീറ്റ് അടുത്ത് എന്താണ് ചെയ്യാനുള്ളത് അതിൽ അങ്ങനെ ഭയങ്കര മോട്ടിവേഷനോട് കൂടെ പോകും. ആരും പുറകെ നിന്നൊരു ഫോഴ്സ് ചെയ്യോ ഒരു പുഷ് കൊടുക്കോ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തനിയെ അത് ബിൽഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡൗൺ ആവാതെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഞാൻ എപ്പോഴും അൺഡൗട്ടഡ്ലി പറയുന്നൊരു കാര്യമാണ്, അമ്മ ഭയങ്കര ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ഒരു ലേഡിയാണ്. ഓരോ സർക്കംസ്റ്റാൻസിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ടച്ചുവിടെ അമ്മയ്ക്ക് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഇപ്പോഴും ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ സമയത്തും എല്ലാവരുടെയും ഒരു സർക്കാസം അതായിരുന്നു, ഇനിയിപ്പം അർജുൻ നോയിക്കോളുമല്ലോ താരെ നമ്മുടെ കൂടെ വന്ന. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പൊതുവെ നമ്മുടെ സൊസൈറ്റി പെൺകുട്ടികളുടെ വീട്ടുകാരെ ഗ്രൂം നോക്കുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല എപ്പോഴും. പക്ഷെ ടിൽ നൗ അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. അമ്മ തനിയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ഒരു ആവശ്യം പറഞ്ഞ് ഇതുവരെയായിട്ടും അമ്മ വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 4th ഇയർ ആവുന്നു. 4 വർഷത്തിൽ ഒരിക്കൽ പോലും. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് മേജർ സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ വർക്കിന് റീജോയിൻ ചെയ്യും. അപ്പം നമ്മളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണ്ട, നമ്മളൊക്കെ ഇല്ലേ നോക്കിക്കോളാം. പക്ഷെ തനിയെ അവനവന്റെ കാര്യം. അതെ, സല്യൂട്ട്. ആസ് എ ഡോട്ടർ എന്റെ വക സല്യൂട്ട്. ഇത് കാണുമായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും കാണും. അപ്പൊ നമുക്കിനി അമ്മയെ പറഞ്ഞു, അച്ഛനെ പറഞ്ഞു, അമ്മമ്മയെ പറഞ്ഞു. ഇനി നമുക്ക് സുധാപ്പു, ഏറ്റവും ഇഷ്ടമുള്ള എലമെന്റ് നമ്മുടെ യൂട്യൂബിൽ സുധാപ്പു വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ കുറച്ചും കൂടി സെൽഫ്ലെസ് ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം ഏറ്റവും എടുത്ത് പറയേണ്ടത് പറയല്ലോ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഇല്ല. അപ്പോൾ ബ്രദർ ഇൻ ലോ 2 കുട്ടികൾ നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു അപ്രോച്ചിൽ ഭയങ്കര ചേഞ്ച് എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അനു എന്നാണ് അവളുടെ പേര്. അപ്പോൾ അനുവിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും മുമ്പത്തെക്കാട്ടിലും കുറെ കൂടി അനുവിനും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ മാറിയത് ഡെലിവറിക്ക് ശേഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചേഞ്ചിലൂടെ നമ്മൾ പോയാലേ നമുക്ക് അത്രയും ഒരു ആർദ്രത ഒരു ഇതൊക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാവത്തില്ലല്ലോ, നമ്മളൊരു അമ്മയാവാതെ ഒരു കുട്ടിയുടെ ആ ഒരു ഫീലിംഗ് എന്താണ് നമുക്ക്. ബയോളജിക്കൽ പ്രോസസ്സിനൊപ്പം മെന്റലി നമ്മൾ ഒരുപാട് അതെ, അത് ഭയങ്കരമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക്
അനുവിൻ്റെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അനുവിൻ്റെ അടുത്ത് അനു ആണെങ്കിലും ഇപ്പം മൂത്ത ആളുണ്ട് മനു ആണെങ്കിലും അവരുടെ അടുത്തുള്ള ഒരു അപ്രോച്ചിൽ ഒരുപാട് ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ഒരു നാക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു മോള് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ ആസ് എ പേഴ്സൺ സോഫ്റ്റ് ആയത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, കുട്ടീനെ പൗഡർ ഇടിക്കുമ്പോഴും പൊട്ട് തൊടിക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ വാശിയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പാട്ടൊക്കെ പാടി നമ്മുടെ വഴിക്ക് പോവാണ്, കുഞ്ഞിരുന്ന് കരയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വലിയ മൈൻഡ് കൊടുക്കാത്ത രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഫസ്സി ചൈൽഡായിട്ട് വളർത്താൻ ആഗ്രഹമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോധപൂർവം ചെയ്യാറുണ്ടോ? ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില അമ്മമാർക്കൊക്കെ അത് ഞാൻ മുമ്പ് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് വളർത്തണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ ജസ്റ്റ് ഒന്ന് മണ്ണിൽ വിടാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്ന ടൈപ്പ് ഒരു പേരന്റിങ്ങും ഉണ്ട്. പിന്നെ അത് അവരുടെ ചോയ്സ് ആണ്. എങ്കിൽ പോലും ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെ ഒരു ഫസ് വേണ്ട, കുട്ടിക്ക് എല്ലാ എക്സ്പോഷറും വേണമെങ്കിൽ അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് എല്ലാത്തിനോടും ഒരു എക്സ്പോഷർ വേണം. അപ്പോൾ ഡോഗ്സ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ മുഖം ചുളുക്കുകയോ കുട്ടിയുടെ അടുത്തോട്ട് ഡോഗ്സിനെ വിടുക. പക്ഷെ ആക്ച്വലി ടച്ചോട് ഇന്നേ വരെ ഒരു അലർജിക് പ്രശ്നമോ ഒരു വീസിങ്ങോ ഒന്നും മോക്ക് വന്നിട്ടേ ഇല്ല. അപ്പം ഷീസ് ഹെൽത്തി. അപ്പം അത് മാത്രമല്ല മോളുടെ ഒരു മെന്റൽ ഒരു ആംബിയൻസും വളരെ ഹാപ്പിയാണ് ഈ ഡോഗ്സിന്റെ ഒക്കെ കൂടെ നിൽക്കുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഞാൻ വളരെ കോൺഷ്യസ്ലി ചെയ്യാറുണ്ട്. അമ്മയുടെ പൊടിക്കൈയൊക്കെ ഏറ്റു തുടങ്ങിയോ? സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ടോ? ഉണ്ട്. വലുതായി വരുമ്പോ വാശിയൊക്കെ മാറുന്നുണ്ടല്ലേ? വാശിയൊക്കെ കാണിക്കും കേട്ടോ, വാശിയൊക്കെ കാണിക്കും. ചില സമയത്ത് ഞാൻ ഇരുന്ന് ജെന്റിൽ പേരന്റിങ് എന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ ഇരുന്ന് പഠിപ്പിച്ചൊക്കെ. ചില സമയത്ത് ക്ഷമയൊക്കെ പോകും കേട്ടോ. ക്ഷമ പോകുമ്പോൾ വഴക്ക് പറയും, ഞാൻ തന്നെ വിഷമിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൈപ്പ് ഓഫ് പേരന്റിങ്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഒരു സ്ട്രിക്റ്റ് മദറൊക്കെ തന്നെ ആയിരുന്നു. എൻ്റെ ഒരു 7th സ്റ്റാൻഡേർഡ് വരെയൊക്കെയും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. മോളുടെ അടുത്ത് എങ്ങനെ ഒരു ജെന്റിൽ പേരന്റിങ് പോലെ ഒന്നും വഴക്ക് പറയാതെ എല്ലാം നമ്മുടെ ഫോറിൻ കൾച്ചർ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യണോ, അതോ ആവശ്യത്തിന് വഴക്ക് രണ്ടടി? ഭക്ഷണമൊക്കെ കഴിച്ചോളൂ? ഇല്ല, പാടാണ്, നല്ല പാടാണ്. എങ്ങനെയാ പുള്ളിക്കാരുടെ റുട്ടീൻ? എങ്ങനെയാ രാവിലെ അങ്ങനെ രാത്രി വരെ എന്തെങ്കിലും യൂണിഫോമിറ്റി ഉണ്ടോ? യൂണിഫോമിറ്റിയേ ഇല്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഏത് സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യും. അതായത് എന്നും കൃത്യം 9 മണിക്ക് ഉറങ്ങുന്ന പറഞ്ഞാൽ നമ്മൾ ആസ് പേരൻസ് നമ്മളും കൂടെ അങ്ങ് പെട്ടുപോകും. 9 മണിയാകുമ്പോഴോ മോളെ ഉറങ്ങണം. ഇത് അങ്ങനെയൊന്നും ഇല്ല. നമ്മളുടെ ഷെഡ്യൂളിനനുസരിച്ച് ഫുൾ അഡ്ജസ്റ്റ് ആയി അങ്ങ് പൊക്കോളും. അതുകൊണ്ട് ഫിക്സ്ഡ് ഷെഡ്യൂൾ ഒന്നുമില്ല. പക്ഷെ എല്ലാ കുട്ടികളും പോലെ തന്നെ നല്ല വാശിയുണ്ട്, ഫുഡ് കഴിക്കാൻ പാടാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഡാൻസ് താല്പര്യമുണ്ടോ? നോക്കിയോ? മോക്കോ? നല്ല ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ എന്നെ കാണുന്നതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ അനു ഡാൻസ് കളിക്കുന്നത് കാണാൻ ഭയങ്കര, അത് അങ്ങനെയാണല്ലോ, ചേച്ചിയായിട്ടുള്ള ഒരു ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. അപ്പൊ അനു ഡാൻസ് ചെയ്യുമ്പോൾ കൂടെ ഇമിറ്റേറ്റ് ചെയ്യും ഒക്കെ. ചേച്ചി ഡാൻസ് കളിക്കുന്ന കാണാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. മിക്കവാറും അനു തന്നെ പഠിപ്പിക്കുമായിരിക്കും. ഗുരു ഭയങ്കര ബോണ്ടാണല്ലോ നിങ്ങൾ രണ്ടുപേരും. നല്ല എനിക്ക് ആ വീട്ടിൽ നല്ലൊരു കമ്പനിയാണ് അനു. ആ വീട്ടിൽ ചെന്നപ്പോഴേ അങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പോലെ? ചെന്നപ്പോഴേ അങ്ങനെയായിരുന്നു. വന്നതിന് ശേഷമാണോ? ഇല്ല, നമ്മൾ ചെന്നപ്പോഴേ അങ്ങനെയായിരുന്നു. അനുവിന് ബാർബി ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അന്ന് തൊട്ടേ നമ്മൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടുന്ന കേൾക്കാലെ, കുഞ്ഞു പിള്ളേരുടെ മുഴുവൻ പാട്ടൊക്കെ പാടുന്ന കേൾക്കാം. ഒറ്റ അതൊക്കെ ഇപ്പൊ പഠിച്ചതാട്ടോ മോളായതിനു ശേഷം. ഞാനിങ്ങനെ വിചാരിക്കും ഇത്രയൊക്കെ നമുക്ക് 1-2 വരെയൊക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഇത് മുഴുവൻ ഇരുന്ന് പാടിയായിരിക്കും ചിലപ്പോ തലമുടി കിട്ടുന്നത്. അതെ, എപ്പോഴും സ്ക്രീൻ ടൈമും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നമ്മൾ ഗിൽറ്റി ആവും. അപ്പൊ ഇതൊക്കെ കേട്ട് ഞാനും ബൈ ഹാർട്ടായി എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന റൈംസും ഇതൊക്കെയാണ്. പക്ഷെ ഈ റിപ്പീറ്റ് മോഡിൽ കേൾക്കുന്നതുകൊണ്ട് വേറെ വഴിയില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. സൗഭാഗ്യം അത് ആക്ച്വലി എന്റെ ചാനലിൽ മാത്രമേ ഞാൻ കമന്റ്സ് വായിക്കുള്ളൂ. അല്ലാതെ അറിയാലോ കുറെ ഗോസിപ്പ് ചാനൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. അതിന് താഴെയുള്ള കമന്റ്സും ഞാൻ അയച്ചു തരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ? സാഡ്ലി നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ എന്റെ ചാനലിൽ ഞാൻ ഇടുന്നൊരു വീഡിയോ കാണാൻ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ വേറെ ഇങ്ങനത്തെ ചാനൽ വരുന്നൊക്കെ നീ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചതാ. ഞാൻ പക്ഷെ ഇല്ല, ഞാൻ അങ്ങനെ ഹേർട്ട് ചെയ്യാറില്ല. ചിലപ്പോൾ ഇതിൽ കൂടെ കണ്ട് ഇനി മനസ്സിലാക്കട്ടെ. ആക്ച്വലി ഞാൻ അത് എന്റർടൈൻ ചെയ്യാറില്ല. അവരങ്ങനെ ചോദിച്ചാലും ഞാൻ ആ മെസ്സേജ് കാണാത്ത പോലെ അങ്ങ് പോകും. ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു മൊമെന്റ് ഈ യൂട്യൂബർ ആയതിനു ശേഷം, ബ്ലോഗർ ആയതിനു ശേഷം ഏറ്റവും സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ലൈഫിൽ ഏതാണെന്ന് ചോദിച്ചാൽ? ഏറ്റവും സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ഡെഫിനറ്റ്ലി അതിന്റെ അകത്തു നിന്നുള്ള ഇൻകം വന്നപ്പോൾ തന്നെ അതൊരു ബെസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ഇപ്പോൾ. അപ്പൊ എനിക്ക് ആ ഒരു ഇത് കൊണ്ട് എനിക്ക് എന്നുമേ എന്റെയും അമ്മയുടെയും ഒരു ആഗ്രഹം നമുക്ക് ഡാൻസ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ആൾക്കാരിൽ എത്തിക്കണം എന്നുള്ളതായിരുന്നു. അതായത് അറിയാലോ ഡാൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ ഒരു അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു പേരന്റിന്റെ കയ്യിൽ നിന്ന് ഒരു 1 lakh പോകുന്ന ഒരു ഇത് അത്രയും എക്സ്പെൻസീവ് ആണ് ഡാൻസ്.
പക്ഷെ ആ ഒരു സമ്പ്രദായം എനിക്കിന്ന് 1 lakhിൽ ഒരു രൂപ പോലും വാങ്ങിക്കാതെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിന് അരങ്ങേറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യാൻ പോവാണ് എൻ്റെ സ്റ്റുഡൻസ്, 20 സ്റ്റുഡൻസ് ചെയ്യാൻ പോവാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ഒരു ലംസം എമൗണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുമില്ല. ദാറ്റ് വാസ് പോസിബിൾ ബിക്കോസ് ഈ ഒരു യൂട്യൂബ് ഉള്ളത് കൊണ്ട്. ഞാൻ എന്നും വിചാരിച്ചു എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ടെങ്കിൽ ഡാൻസ് എന്ന് ഒരു ഇൻകം ഒരു മാർഗമായിട്ട് കാണരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പോസിബിൾ ആയത് ഇപ്പോഴാണ്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ അരങ്ങേറ്റത്തെ കുറിച്ച് പറയൂ. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അത് സെലക്ടഡ് കുട്ടികളായിരുന്നോ? അല്ലെ, ആ ഒരു നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് പഠിച്ച അത്ര പേരും യൂഷ്വലി ഈ അരങ്ങേറ്റം എന്നൊക്കെ വരുമ്പോൾ ഒരു ക്ലാസ്സിൽ കുറച്ച് പേര് വരും, അത് അഫോർഡബിൾ ആയിട്ടുള്ളവർ വരും, അവർ മാത്രം അരങ്ങേറ്റം ചെയ്യുന്നു പോകുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പൊതുവെ എല്ലാ സ്ഥലത്തും. പക്ഷെ ഇപ്പൊ എൻ്റെ ഈ സ്റ്റുഡൻസിൽ ആർക്കും ഈ ഒരു പേര് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ആ പഠിച്ച അത്ര പേരും, അതായത് എൻ്റെ 20 കുട്ടികളും അരങ്ങേറാൻ പോവാണ് 8th. അതിൽ അനുവുണ്ട്. ശരി ശരി ശരി. അപ്പൊ എവിടെ വെച്ചിട്ടാ അരങ്ങേറ്റം? നമ്മുടെ ഇവിടെ വൈലോപ്പള്ളി സംസ്കൃതി വെച്ചിട്ട്. അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അതിന്റെ തിരക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. അത് അമ്മൂമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ, എൻ്റെ അമ്മൂമ്മയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയെ ഇതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഈ ഡാൻസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡാൻസിന്റെ പേര് പറഞ്ഞ ഒരാളെ ടാക്സ് ചെയ്യാതെ, പേരൻസിനെയും കുട്ടികളെ ടാക്സ് ചെയ്യാതെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇതിലോട്ട് വരട്ടെ എന്നുള്ളത്. ഞങ്ങളുടെ ആണെങ്കിൽ തന്നെ മന്ത്ലി ഫീസ് 500 തന്നെയാണ് സിക്കോഞ്ചത്. ആക്ച്വലി എല്ലാവരും ഞങ്ങളെ കളിയാക്കും, അതെന്താ ഇങ്ങനെ ഒരു മന്ത്ലി ഫീസ് 500 വാങ്ങിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഷോ കഴിയുമ്പോൾ ഒരുപാട് പേര് വരും കേട്ടോ. അറിയാത്ത പക്ഷെ ഞങ്ങൾക്ക് കോൾസ് വരുമ്പോഴേ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അതാണ് സ്റ്റാഫിനെ വെച്ച് പഠിപ്പിക്കുമായിരിക്കും അല്ലേ? അല്ല, നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ അവിടെ സ്റ്റാഫ്സ് ഒന്നുമില്ല, ഞങ്ങളാണ് പഠിപ്പിക്കുന്നത്. പിന്നെന്താ 500 എന്ന് ചോദിക്കും. അത് എല്ലാരും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി. അതായത് നമ്മളെപ്പോഴും, ഞാനും ഇത് ഫേസ് ചെയ്തിട്ടുള്ള കാര്യം, നമ്മളെ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാരാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഡാൻസിന് ചേർക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, കുഞ്ഞ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര ചെലവാണെന്ന്. ചെലവ് കുറഞ്ഞ് പഠിക്കാം. ഇവിടെ താരകല്യാൺ ഡാൻസ് അക്കാദമി. അപ്പൊ അവിടെ പോയാൽ ആരും ഞെട്ടണ്ട, ഇവര് തന്നെയാണ് പഠിപ്പിക്കുന്നത്, ആരും വെച്ചല്ല പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ എയിമി ചോദിച്ചപ്പോ ഇത് പറയണ്ടായിരുന്നോ? നമ്മളിപ്പോ അവസാനിപ്പിക്കാൻ പോവാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് അവര് അടുത്ത് നിർത്തുന്ന ഒരാളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു, ഇങ്ങനെ ഒരു സ്പേസിൽ കൊണ്ടുവന്നു സംസാരിച്ചു. എന്റെ ഒരു ആദ്യത്തെ തുടക്കത്തിലും ഇപ്പൊ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്നതിൽ എല്ലാവർക്കും എത്ര താങ്ക്സ് പറഞ്ഞാലും മതി, നമ്മൾ ഫോർമലായി പോവും. താങ്ക് യു സോ മച്ച്. എന്തായാലും ലേഡീസ് ബാൻഡിന്റെ ഈ ഒരു പുതിയ തുടക്കത്തിൽ അത് സൗഭാഗ്യ തന്നെ വേണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. സൗഭാഗ്യ വന്നു, അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അങ്ങോട്ട് എടുക്കുക. സൗഭാഗ്യയുടെ സ്വപ്നത്തിനൊപ്പം ഞങ്ങളും ഉണ്ട്, വളർച്ചയ്ക്കൊപ്പം ഞങ്ങളും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.